ഗർഭിണികളിൽ 70% പേർക്കുള്ള ഒരു സൈലന്റ് പ്രശ്നമാണ് അനീമിയ, അതായത് രക്തക്കുറവ്. പക്ഷെ പലർക്കും ഒരു ലക്ഷണങ്ങൾ പോലും കാണിക്കുന്നില്ല. ഗർഭകാലത്ത് രക്തക്കുറവ് വളരെ സാധാരണമാണ്. ഹീമോഗ്ലോബിന്റെ ലെവല് 11 ഗ്രാമിന് താഴേക്ക് പോകുമ്പോഴാണ് നമ്മൾ അതിനെ അനീമിയ ആയിട്ട് കണക്കാക്കുന്നത്. എന്നാൽ എല്ലാ അനീമിയയും സാധാരണ അല്ല. മറ്റു കാരണങ്ങൾ കൊണ്ടും അനീമിയ വരാം. അതായത് അയൺ ഡെഫിഷ്യൻസി കൊണ്ടോ, അല്ലെങ്കിൽ ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് ലോസ് കൊണ്ടോ, അല്ലെങ്കിൽ ജനറ്റിക് പ്രോബ്ലംസ്. അനീമിയ വരുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും നമ്മുടെ ഡയറ്റ് തന്നെയാണ് മെയിൻ കാര്യം. നമ്മുടെ ഡയറ്റിൽ ശരിക്കും ഇൻക്ലൂഡ് ചെയ്യേണ്ട, അതായത് അയൺ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അനീമിയ എന്നുള്ള കണ്ടീഷൻ വരാം. അതുപോലെ ഒരുപാട് വോമിറ്റിംഗ് ഉള്ള ആൾക്കാരിൽ അവർക്ക് ശരിക്കും ഫുഡ് എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോഴും ഒരു ഡെഫിഷ്യൻസിയാണ് അവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ വേംസ്, അതായത് കൃമിശല്യം, അല്ലെങ്കിൽ പൈൽസ്, അല്ലെങ്കിൽ മുന്നേ തന്നെ ഹെവി പീരീഡ്സ് ആയിട്ടുള്ള ആൾക്കാർ, ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് ഒരു വെറൈറ്റി ഓഫ് കണ്ടീഷൻസ് നമുക്ക് ഈ അനീമിയ കോസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ അനീമിയ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ പ്രീടേം ഡെലിവറി ഉണ്ടാവാനും, ലോ ബർത്ത് വെയിറ്റ് ഉള്ള ബേബി ഉണ്ടാവാനും, ഡെലിവറി സമയത്ത് മറ്റ് അപകടങ്ങൾ, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് എല്ലാം വളരെ കൂടുതലാണ്. പ്രഗ്നൻസി ടൈമിൽ അനീമിയ ഒഴിവാക്കാനായിട്ട് ഭക്ഷണ രീതി നന്നായി ശ്രദ്ധിക്കണം. ഇലക്കറികൾ, അതായത് ചീര, മുരിങ്ങയില, അതേപോലെ തന്നെ മാതളം, ഡേറ്റ്സ് തുടങ്ങിയ ആഹാരങ്ങൾ നന്നായി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഒപ്പം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, അതായത് ഇപ്പോൾ ഓറഞ്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുന്നതെല്ലാം ഈ അയൺ അബ്സോർപ്ഷനെ കൂട്ടും. കൂടാതെ ഭക്ഷണത്തിന്റെ കൂടെ ചായയും കാപ്പിയും പോലെയുള്ള ഐറ്റംസ് ഒഴിവാക്കാണ് നല്ലത്. ഇത് അയൺ അബ്സോർപ്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അയൺ ടാബ്ലറ്റ്സും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അനീമിയ കൺട്രോൾ ചെയ്യാം.